ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അബണ്ടൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, മാനിഫെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, ബ്ലിസ് ആൻഡ് ബ്ലെസ്സിങ്സ്. ഓക്കെ, മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് വെക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഒരു മെഡിറ്റേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അബണ്ടൻസ് വരാൻ സാധ്യതയുണ്ട്. അബണ്ടൻസ് പറഞ്ഞാൽ എന്തെങ്കിലും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മിററിങ് ഈച്ച് അതർ, സെൽഫ് റിഫ്ലക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ, ഇന്നർ വൂൺസ്. നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണും അത്രത്തോളം തന്നെ വേദനിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു മിററിങ് എനർജി ആയിട്ടാണ് കാണുന്നത്. ഇവിടെ എങ്ങനെയാണോ അവിടെയും അങ്ങനെയാണ്. നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ അവിടെയും വിഷമമാണ് എന്നാണ് ഡിവൈൻ നിങ്ങളെ അറിയിക്കുന്നത്. പാഷൻ, ഇൻസെയിൻ കെമിസ്ട്രി, സ്പാർക്സ് ആൻഡ് ഹാവിങ് ഫൺ, ഈക്വൽ ഇൻട്രസ്റ്റ്, ബേണിംഗ് ഡിസയർ. അതുപോലെ സെയിം മെസ്സേജ് തന്നെയാണ്, ഒരു മിററിങ് എനർജി തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം തന്നെ സ്നേഹം അവർക്കും നിങ്ങളോടുണ്ട്. ട്വിൻ ഫ്ലെയിംസ്, യിങ് യാങ് ആൻഡ് ബാലൻസ്, യൂണിയൻ ആൻഡ് ഡ്യുവാലിറ്റി, കോംപ്ലിമെൻറ്റ്, പോളാർ ഓപ്പോസിറ്റ്സ്. നിങ്ങളിൽ പലരും ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പാർട്ടിങ്, ടൈം വിത്ത് ഫ്രണ്ട്സ്, ഹാവിങ് ഫൺ, ഹാപ്പിലി സിംഗിൾ, ലിവിങ് ഇൻ ദ മൂമെൻറ്റ്. ചിലർ ഫ്രണ്ട്ഷിപ്പ് മതി, തൽക്കാലം റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാം എന്നാലോചിക്കുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാത്ത സ്ഥിതിയാണെങ്കിൽ ഇനി ടെൻഷൻ അടിച്ചത് മതി, ഇനി ഞാൻ കുറച്ച് എൻ്റെ കാര്യം നോക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലും ചിലരുണ്ട്. ഓക്കെ, അതും നല്ലതാണ് എന്നാണ് ഡിവൈൻ പറയുന്നത്. അതാത് ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുത്തുകൊള്ളുക. ഡ്രാഗൺ ഫ്ലൈ, ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് അഡാപ്റ്റ്, ഫൈൻഡിങ് ഔട്ട് ആൻഡ് ചേഞ്ച്, തിങ്സ് കമ്മിങ് ടു ലൈറ്റ് ആൻഡ് ഹീൽ. ഒരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകാൻ ഈ സിറ്റുവേഷൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഡിവൈൻ പറയുന്നത്. ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ താഴെ വരുന്ന കാർഡ്സ് മൂവ് ഓൺ ചെയ്തു പോയവർക്കുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സൺഗ്ലാസസ്, വാച്ചിങ്, ലുക്കിംഗ്, പെർസെപ്ഷൻ, സ്റ്റോക്കിംഗ്. അതാണ് നിങ്ങൾ ഒരു എക്സിനെ പറ്റിയാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ത്രൂ അവർ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, സെൽഫ് വർത്ത് ആൻഡ് വാല്യൂ, ടൈം ടു ഹീൽ, ഷാഡോ വർക്ക്, സെൽഫ് അപ്രീസിയേഷൻ. അതാണ് കുറച്ച് സെൽഫ് വർക്കും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു, സ്വന്തം കാര്യങ്ങളിൽ ചിന്തിക്കേണ്ടി ഇരിക്കുന്നു എന്നും ഡിവൈൻ പറയുന്നു.